ഡേ, ഏട്ടനെത്തിയില്ലേ? ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് കുട്ടീനെ തനിച്ച് വെളിയിൽ നിർത്തരുതെന്ന്. അത് ക്ടാവിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ എടുക്കാനായിട്ട്. എന്ത് പറഞ്ഞാലും നിനക്ക് ന്യായീകരണം ഉണ്ടല്ലോ. ഓരോരോ എക്സ്ക്യൂസ് അങ്ങോട്ട് ഇറക്കും. അമ്മ അപ്പ അകത്ത് പോയതേ ഉള്ളച്ചാ. വന്നല്ലോ അമ്മയുടെ പക്ഷം പിടിക്കാൻ ആള്. നിന്നോട് ഞാൻ ചോദിച്ചോ അലൈന? ഇല്ല. തന്തയോട് തർക്കുത്തരം പറയാനാണ് വളർത്തി വെച്ചിരിക്കണത്, ആണോന്ന്? അല്ല മോളെ, ഒന്നും പറയണ്ടാട്ടാ. ഏട്ടന് കുടിക്കാൻ ചായ വേണോ കാപ്പി വേണോ? എന്താ വേണ്ടേന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ടാണ് പോയത്, ഓർമ്മയുണ്ടോ? എനിക്കത്ര ഓർമ്മ കിട്ടണില്ല. 2 തവണ പറയാൻ എനിക്കും തോന്നണില്ല. അമ്മേ കാപ്പി. താങ്ക് യുടാ മോളെ, ഞാനിപ്പോ കാപ്പി എടുത്തിട്ട് വരാട്ടാ. നിക്കവിടെ. എന്തേ? ഞാൻ പറഞ്ഞോ നിന്നോട് ഇപ്പൊ അകത്ത് പോവാൻ? പറഞ്ഞോന്ന്? ഇല്ല. ഇതാണ് കുഴപ്പം, എനിക്ക് പറയാനുള്ളതൊന്നും നീ കേക്കില്ല. തോന്നിയാസത്തിന് അങ്ങ് പോകും. എന്തുട്ടാ പറയാനുള്ളത്? ഞാനിവിടെ വന്നപ്പോ 3-4 പേര് കുട്ടിയോട് സംസാരിച്ച് അങ്ങോട്ട് നിക്കണു. അതും ഒരു പരിചയം ഇല്ലാത്തവര്. ആണുങ്ങളായിരുന്നോ? അച്ഛനും അമ്മയും 2 കുട്ടിയോളും. നേരത്തെ ഒരു ചേട്ടനോടെ 2 കുട്ടിയോള് വന്നില്ലേ, അവരാണ്. ഓ, അവരാണോ? അവരിവിടെ അടുത്തിവിടെ താമസിക്കുന്നവരാണ്. ഓ, വന്നുടനെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരെ കയറി പരിചയപ്പെടാൻ തുടങ്ങിയില്ലേ? അയൽപക്കാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നേക്ക് ഒരു പതിവല്ലേ? നിനക്കപ്പോ നല്ല പിള്ള ചമയാനുള്ളൊരു ചാൻസ് ആണല്ലോ അല്ലേ? ആളോടും നമ്മളോടും നല്ല രീതിയിൽ പെരുമാറുമ്പോ തിരിച്ചു അങ്ങനല്ലേ വേണ്ടത്? അശോ പാവം, കുറച്ച് പച്ചവെള്ളം തരട്ടെ? എന്തുട്ട്? വെച്ച് കഴിക്കാൻ. അത്രയ്ക്ക് പാവാണല്ലോ ചമയണത്. ഓ, മുഖം മാറിയില്ലോ. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മുഖം മാറ്റിക്കോളും. എനിക്കിഷ്ടല്ല ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള പെണ്ണുങ്ങളെ. പക്ഷെ എന്റെ സങ്കല്പത്തിൽ ഒരു രീതിയിൽ ഇണങ്ങണ പെണ്ണല്ലേ കിട്ടിയിരിക്കണേ. അതിന് കല്യാണത്തിന് മുമ്പ് ഒരിക്കൽ ഞാൻ ഏട്ടനോട് ചോദിച്ചതല്ലേ ഏട്ടന്റെ സങ്കല്പം എന്താന്ന്. അപ്പ എന്തുട്ടാ പറഞ്ഞേ? എനിക്കൊരു സങ്കല്പം ഇല്ലാന്ന്. അതിന് മുമ്പ് കെട്ടി എനിക്ക് ശീലമില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന് എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് ഏട്ടന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും? നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് കേട്ടാ. അതുകൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. അപ്പോ കല്യാണത്തിന് മുമ്പ് ഏട്ടൻ എല്ലാരോടും നല്ല രീതിയിലായിരുന്നോ സംസാരിച്ചിരുന്നത്? പിന്നെന്തേ സസ്പെൻഷനൊക്കെ കിട്ടി? കൂടുതൽ വാചകടിച്ച് നിന്നാലേ നീ ഞാൻ ആരാണെന്ന് അറിയൂട്ടാ. അലറണോ ഞാൻ ഇവിടെ കിടന്ന്? വേണ്ടാട്ടാ, ഇവിടെയെങ്കിലും അപ്പുറത്തുകാർക്കൊന്ന് സ്വൈരത കൊടുക്കണേ. എന്നാ ചെല്ലങ്ങട് ചെന്ന് കോഫി എടുത്തിട്ട് വാ. നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ അലൈന? എന്തുണ്ട് അവളുടെ വിചാരം നല്ലൊരു സ്ത്രീയാണെന്നോ? എന്റെ ചെലവിൽ ഉണ്ടിട്ടാണ് ഈ വാചകവടി. സ്ത്രീധനം തന്നിട്ടില്ല എന്നുള്ളതോ പോട്ടെ, 1 രൂപ പോലും അവള് ഫൈനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതെങ്ങനെയാണ്? ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ കുത്തിരിക്കുകയല്ലേ, സുഖിച്ചു പോയി. അതിന്റെ കുഴപ്പാണ്. ഇനി വരാൻ പോണത് ഞങ്ങളുടെ കഥ കൂടിയാണ്. ഈ എപ്പിസോഡില് എനിക്കും എന്റെ ഭർത്താവിന് ഇതുവരെ പേരിട്ടിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് കേട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പേരുകൾ സെലക്ട് ചെയ്തിട്ട് അയക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്റെ പേര് തുടങ്ങുന്നത് A വെച്ചിട്ടാവണം. അതിന്റെ കാര്യം എന്താണെന്നോ അത് പിന്നെ അറിയൂട്ടാ. 1-ൽ കൂടുതൽ ആളുകൾ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നറുക്കെടുത്തിട്ട് തീരുമാനിക്കുന്നതാണ്. കുഞ്ഞിക്കാട്ടൂന് ഇനി മുടങ്ങാതെ കാണണേട്ടാ.